ഗുഡ് മോർണിംഗ് വിയോസ്. ഇന്ന് എനിക്ക് പറയാനുള്ള ബിർള സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ കുറിച്ചിട്ടാണ്. ബിർള സോഫ്റ്റ് ഇപ്പോഴുള്ള അതിൻ്റെ CMP 400 റുപ്യാണ്. ഓൾമോസ്റ്റ് അത് 4.77% അത് ക്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബിർള സോഫ്റ്റ്. ബിർള സോഫ്റ്റ് ഒരു ലോങ് ടേമിൽ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 600 റുപ്യ വരെ പോവുക ബിർള സോഫ്റ്റ്. സോ ഇപ്പോഴത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ EPS നോക്കുകയെന്ന് വെച്ചാൽ 2023 അത് 22 റുപ്യേൻ്റെ EPS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 അത് 18 റുപ്യ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 അതിൻ്റെ എസ്റ്റിമേറ്റഡ് 19.9. സോ സ്റ്റോക്ക് എനിക്ക് വീക്കായിട്ട് കാണുന്നത്. എസ്റ്റിമേറ്റഡ് EPS ആണ് പെർ ഷെയർ കുറവാണ്. അതുപോലെ അതിൻ്റെ റവന്യൂ നോക്കുകയെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് കറൻസി നോക്കുകയെന്ന് വെച്ചാലും അത് എസ്റ്റിമേറ്റും റിപ്പോർട്ടും തമ്മിൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് കാണുന്നത്. കാരണം ഇതിപ്പോൾ 2023 ഡാറ്റ നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ റിപ്പോർട്ടഡ് വെച്ചാൽ അതിൻ്റെ റവന്യൂ 52.78 ബില്യൺ. 2024 അതിൻ്റെ റവന്യൂ നോക്കുകയെന്ന് വെച്ചാൽ 53.78 ബില്യൺ. പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് എസ്റ്റിമേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 54 എബോവ് ആയിരുന്നു. പക്ഷേ എസ്റ്റിമേറ്റിനകത്ത് റവന്യൂ കൊടുക്കുന്ന കാണുന്നില്ല. സോ അതുകൊണ്ട് ഒരു ഡിസപ്പോയിൻറ്റിംഗ് റിസൾട്ടാണ് ബിർള സോഫ്റ്റ് തരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഇങ്ങനെയുള്ള കമ്പനികൾ നല്ലൊരു എസ്റ്റിമേറ്റഡ് എക്സ്പെക്റ്റ് ചെയ്ത് റിസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രൈസിൽ കിട്ടുകയില്ല. സോ അതാണ് എൻ്റെ പ്രശ്നം. വെൻ ഫണ്ടമെൻ്റൽസ് ആർ വീക്ക്, ദി സ്റ്റോക്ക് ഈസ് ഓൾസോ വീക്ക്. വെൻ ഫണ്ടമെൻ്റൽസ് ആർ സ്ട്രോങ്, സോ സ്റ്റോക്ക് ഈസ് ഓൾസോ വെരി എക്സ്പെൻസീവ്. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ബിർള സോഫ്റ്റ് ഐ തിങ്ക് ദിസ് കമ്പനി നല്ല കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ലോങ് ടേമിലൊരു ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബിർള സോഫ്റ്റ്. ഇപ്പോൾ ബിർള സോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പറഞ്ഞാൽ വെച്ചാൽ 11,226 crores ഉള്ളൊരു കമ്പനിയാണ്. PE ചെയ്യുന്നത് 21x PE ചെയ്യുന്നത്. PE കുറച്ച് ചീപ്പറായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതിൻ്റെ ROIC നോക്കുകയെന്ന് വെച്ചാൽ 16.8% കൊടുത്തിട്ടുണ്ട്. സോ EV ഈസ് 10,932 ഉള്ളും. അതേസമയത്ത് മാർക്കറ്റ് ക്യാപ്പ് 11,226 ആണ്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ് ഇനോ. അതുപോലെ കറണ്ട് അസറ്റ് 3,163 crores, ലയബിലിറ്റീസ് നോക്കുക 785 crores. കമ്പനിയുടെ കയ്യിൽ ഇഷ്ടംപോലെ വർക്കിംഗ് ക്യാപിറ്റലുണ്ട്. സോ ബിർള സോഫ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസി ആണിത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് IT കൺസൾട്ടിങ് ചെയ്തൊരു കമ്പനിയാണിത്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് CK ബിർള ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണിത്. സോ ഇപ്പോൾ കുറച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക്. പക്ഷേ ഇഫ് യു ഗെറ്റ് ഇറ്റ് സംവെയർ അറൗണ്ട് 350-400 ലെവലിലൊക്കെ ദാറ്റ് ഈസ് എ അക്യുമുലേഷൻ സോണായിട്ട് എനിക്ക് തോന്നുന്നു. സോ എനിവേ ദിസ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് ഐ എം ഡൂയിങ് ഹിയർ. സോ പ്ലീസ് കൺസൾട്ട് വിത്ത് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ യു ഷുഡ് നോട്ട് ബി ഓവർ എക്സ്പെക്റ്റേഷൻ ഒരിക്കലും പാടില്ല. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ വേറൊരു കാര്യം, അടുത്ത മാസം RBIൻ്റെ റേറ്റ് കട്ട് വരാൻ പോകുന്നുണ്ട്. 25 ബേസ് പോയിൻറ്റിൽ ജൂൺ 6-നാണ് തോന്നുന്നത് വരുന്നത്. ജൂൺ 6 അതിൻ്റെ റേറ്റ് കട്ട് വരാൻ പോകുന്നുണ്ട്. അതുപോലെ ഓഗസ്റ്റിലും ഉണ്ടാകുന്ന റേറ്റ് കട്ട് ഉണ്ടാകുന്ന പറയുന്നു. സോ ദാറ്റ് ഈസ് വൺ അതർ തിങ് ഐ വോണ്ട് ടു ടെൽ. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്മളെ ഓപ്റ്റിമിസ്റ്റിക് കാര്യങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്റ്റീഫൻ ഹോക്കിൻസ് തിയററ്റിക്കൽ ഫിസിക്സ്, കോസ്മോളജി ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ഹിസ് വർക്ക് ഫോർ ബ്ലാക്ക് ഹോൾസ്, സിംഗുലാരിറ്റി തിയറംസ്, ബിഗ് ബാങ് തിയറിയിലൊക്കെ വളരെ ഫിസിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. സോ അയാൾ PhD ചെയ്യുന്ന ആ സമയത്തായിരുന്നു അയാൾ ഈ വോണ്ട് ടു ഗോ ഫോർ എ PhD. അയാൾ എന്തുകൊണ്ട് PhD ചെയ്യണമെന്ന് വെച്ചാൽ അയാൾക്ക് ജോലിക്ക് വേണ്ടിയെങ്കിലും PhD ചെയ്യണമായിരുന്നു. ജോലി എന്തുകൊണ്ട് അയാൾ വേണമെന്ന് പറഞ്ഞാൽ ഈ വോണ്ട് ടു മാരി അറ്റ് ദാറ്റ് ടൈം. ആ സമയത്താണ് ഇയാൾക്ക് ALS എന്ന് പറഞ്ഞ രോഗം ബാധിക്കുന്നത്, അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ALS എന്ന് പറഞ്ഞ രോഗം എന്ന് വെച്ചാൽ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലറോസിസ് എന്ന് പറയുന്ന രോഗമാണ്. ഇതൊരു പ്രോഗ്രസീവ് ന്യൂറോ ജനറേറ്റീവ് ഡിസീസാണ്. അത് നമ്മളെ ഈ ബ്രെയിൻ സെൽസിനെയും സ്പൈനൽ സ്കോഡ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രോഗമാണ്. ഇതെന്താ സംഭവിച്ചാൽ നമ്മളെ ബ്രെയിനിലുള്ള ഈ മോട്ടോർ ന്യൂറോൺസ് എന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ വന്ന് സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലേക്ക് പോയി, മസിൽ കോഡിൽ നിന്ന് അത് ത്രൂ ഔട്ട് ദ ബോഡിയിലേക്ക് വരും. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമുക്ക് ഈ വാട്ട് യു സേ ഇങ്ങൾക്കൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സെൻസേഷനോ മസിൽ കൈ ഉയർത്തണമോ ഓൾ തിങ്സ് ഈ മോട്ടോർ ന്യൂറോൺസ് ആവശ്യമാണ് ബോഡിയിൽ. സോ അതിൻ്റെ ഒരു പ്രോഗ്രസീവ് ഡീജനറേഷൻ ഡിസീസായിരുന്നു അയാൾക്ക് കണ്ടെത്തിയത്.
സോ അത് അത് വലിയൊരു ഇഫക്റ്റ് ആയിരുന്നു. അത് നമ്മളെ മസിൽ മൂവ്മെൻറ്റ്സിനെല്ലാം ബാധിക്കുന്ന ഒരു രോഗമാണ്. അതുപോലെ ദേ ലൂസ് ദ എബിലിറ്റി ടു സ്പീക്ക്. അയാൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളൊരു കമ്പ്യൂട്ടറിൻ്റെ കൂടെയാണ് സംസാരിക്കുന്നത്. അയാളെ പിക്ചേഴ്സ് കണ്ടായിരിക്കും മനസ്സിലായിരിക്കും. അയാളൊരു നല്ലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ബുക്കാണ്. സോ അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആൻഡ് യു കാണ്ട് ഈവൺ മൂവ് ആൻഡ് ഈവൺ ബ്രീത്ത് ഓൾസോ. സോ അത് ആ സമയത്തായിരുന്നു ഇയാൾ ഇതിൻ്റെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഈ ഗോട്ട് നേനോ ദാറ്റ് ടൈം ഈ വാണ്ട് ടു മാരി ഓൾസോ, ഈ ഗോട്ട് മാരി ഓൾസോ. സോ പക്ഷേ ഈ രോഗം വന്ന കൂട്ടർ ദേ വോണ്ട് സർവൈവ് മോർ ദാൻ 2 years. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സർവൈവ് ദം ടു 2 or 3 years മോർ. സോ അയാൾ അത്ര കൊല്ലം ജീവിച്ചിരുന്നില്ല അതിനുശേഷം. സോ അയാളൊരു വലിയൊരു കോൺട്രിബ്യൂഷനായിരുന്നു ഫിസിക്സിലുള്ള. അയാളുടെ മുന്നിലുള്ള സയൻറ്റിസ്റ്റായിരുന്നു. എന്നാൽ അയാളെ ഗ്രാവിറ്റേഷണൽ സിംഗുലാരിറ്റി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റായിരുന്നു റോജർ പെൻറോസ്. റോജർ പെൻറോസ് ആയിരുന്നു, അയാളൊരു മാത്തമാറ്റീഷ്യൻ കൂടിയായിരുന്നു, ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനായിരുന്നു. ഈ റോജർ പെൻറോസിൻ്റെ തിയറമായിരുന്നു ഇയാൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇയാൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ ബ്ലാക്ക് ഹോൾസും എങ്ങനെയാണ് സ്റ്റാർസ് ഡൈ ചെയ്യുന്നതും, സ്റ്റാർസ് എന്തുകൊണ്ട് ഡൈ ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ഹോളായി മാറുന്നു, ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു, ഇതൊക്കെ അയാൾ സ്റ്റഡി ചെയ്തതും അതിൻ്റെ ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സോ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ വാസ് സോ ഓപ്റ്റിമിസ്റ്റിക് ഇൻ ഹിസ് ലൈഫ്. ദാറ്റ് ടൈം ഓൾസോ ഈ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദിസ് വേൾഡ്. അതായിരുന്നു ഞാൻ കണ്ടത്. സ്റ്റീഫൻ ഹോക്കിൻസിനെ കണ്ട വലിയൊരു, നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള രോഗം വന്നാലും നമ്മളെന്താ ചെയ്യാവുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലത്തുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ഇറ്റ് മോട്ടിവേറ്റ്സ് ടു യു ഇൻ യുവർ ലൈഫ് എവറി ഡേ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അവർ സൺ പ്രോബബ്ലി ഇഫ് സൺ ഡസൻറ്റ് ഗെറ്റ് ഇനഫ് ഫ്യൂവൽ, സോ ഹൗ മെനി ഇയേഴ്സ് സൺ ഈസ് ഗോയിങ് ടു propagate its energy. So maybe one day sun also will die. So ഇപ്പോൾ പറയുന്ന വെച്ചാൽ another 5,000 million years കൂടി സണ്ണിന് ഇനി ലൈഫ് ഉണ്ടെന്ന് പറയും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ പറയാൻ വെച്ചാൽ വേറൊരു സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഇതെന്താ ഇത് കറക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇത് ഇപ്പോൾ F&O വന്നിട്ടുണ്ട്. സോ F&O ഒന്നാമത് ഈ സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആണ്. എനിക്ക് ഈ പ്രൈസിൽ ഈ മെസഗോൺ ഡോക്കൊന്നും വാങ്ങുന്നില്ല. ഇതൊരു PSU കമ്പനിയാണ്. 1,200 റുപ്യ സ്റ്റോക്ക് ഇപ്പം ചെയ്യുന്ന 3,544 റുപ്യ CMP. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് -5.46% കറക്റ്റ് ചെയ്യുന്നുണ്ട്. PE ഉള്ളത് ഓൾമോസ്റ്റ് 60x PE ചെയ്യുന്നത്. പക്ഷേ അഗൈൻ ഇറ്റ് ഹാസ് ഗിവൺ എ ഗുഡ് ROIC ഏകദേശം 56% ROIC കൊടുത്തിട്ടുണ്ട്. EV നോക്കാൻ വെച്ചാൽ 129,420 ക്രോർസിൻ്റെ EV. സോ 142,972 ക്രോർസാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണുന്നത്. സോ ബുക്ക് വാല്യൂ 181 റുപ്യുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ ഓൾമോസ്റ്റ് 19 ടൈംസ് ബുക്ക് വാല്യൂല സ്റ്റോക്ക് വാങ്ങുമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് അത് വർത്തുന്നത്. ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ് സംവെയർ ബിലോ 2,000, then we can consider it's Mazagon Dock. So Mazagon Dock is another company I want to tell. So Amara Raja batting result is not good, not encouraging also. Amara Raja company name numbers not good. That is one thing. സോ ഇന്നിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാർക്കറ്റ് ഐ തിങ്ക് മാർക്കറ്റിൽ ഇന്ന് സെല്ലാണ് ഞാൻ കാണുന്നത്. എവറി റൈസ് മാർക്കറ്റിൽ സെല്ലാണ് വരുന്നത്. സോ ലെറ്റ് us see 27,000 അതിനൊരു സപ്പോർട്ട് നിഫ്റ്റിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന മാർക്കറ്റിൽ. 27,000 ബ്രേക്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ബിലോ ദാറ്റ്. സോ 27,000 to 29,000 ഞാൻ നിഫ്റ്റിയിൽ കാണുന്ന ഒരു റേഞ്ച്. താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.